നിങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിറ്റൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഭൂരിഭാഗം ആൾക്കാർക്കും ഈ വിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഏത് ഓപ്ഷനാണെന്ന് അറിയില്ല. എന്നാൽ ഇത് ഒട്ടുമിക്ക എല്ലാ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിലും ഉള്ളത് കാരണം ഇത് അറിയാമെന്നുള്ളവർ ഒരുപാട് പേര് കാണും. ഈ വിഡ്ജറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളെ ഫോണിൽ എന്തിനാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെ അതുകൊണ്ട് നമ്മുടെ ഫോണിൽ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏത് ഓപ്ഷനാണ്, അതെന്തിനാണ് ഫോണിൽ ഉപയോഗിക്കുന്നത്, ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കുന്നത്. ഈ വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ യൂട്യൂബിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഷോർട്ട് കട്ട് ഈ വിഡ്ജറ്റ്സ് വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ട്രാൻസ്ലേഷനൊക്കെ ചെയ്യുമ്പോൾ ഒരു കടയിൽ പോയിട്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യണം, എന്നിട്ടല്ലേ നിങ്ങൾ QR കോഡ് ആ കടയിലുള്ള QR കോഡ് എടുത്തതിന് ശേഷമല്ലേ നിങ്ങൾ സ്കാൻ ചെയ്തെടുക്കുന്നത്. എന്നാൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ വിഡ്ജറ്റ്സ് എന്ന ഓപ്ഷൻ വഴി നമുക്ക് ഈ QR കോഡിൻ്റെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് എല്ലാ മൊബൈൽ ഫോണുകളിലും ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് 2 എക്സാമ്പിളാണ്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു MK ചോയ്സ് യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതിനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിലാണ് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ, നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകും. വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഫോണിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വിഡ്ജറ്റ് എന്നും ഇതിനെ വിളിക്കാം, വിഡ്ജറ്റ്സ് എന്നും വിളിക്കാം. വിഡ്ജറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. എല്ലാ ഫോണുകളിലും ഉള്ളതാണ്. വിഡ്ജറ്റ്സ് ഓപ്ഷൻ ഓൺ ചെയ്യും. ചില ഫോണുകളിൽ ചില വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ചില ഫോണുകളിൽ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആപ്പിൻ്റെ ഷോർട്ട് കട്ടുകൾ ഇവിടെ നിര കിടക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഇതിപ്പോൾ വിവോ ഫോണാണ്, ഇത് ഞാൻ വിഡ്ജറ്റ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഓപ്ഷൻ ഈ ഫോണിൽ ഇത്തരത്തിലുള്ളതാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പുകളുടെ ഷോർട്ട് കട്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ ആ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്, എടുക്കാതെ തന്നെ. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ എടുക്കാം. യൂട്യൂബിൽ നമുക്ക് സെർച്ച് എടുക്കാം, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എടുക്കാം, ഷോർട്സ് എടുക്കാം. ഇത് മൂന്നും ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ വന്നതായിട്ട് കാണാം. അത് നിങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സൈസും വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം എന്നുള്ള കാര്യം ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രീന് അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് സൈസും ഇതൊക്കെ കൂട്ടാം. സ്ക്രീന് നിങ്ങൾ കുറച്ചാൽ മതി. കുറച്ച് വെച്ചിട്ട് നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാതെ തന്നെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് വെച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് മാത്രം വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ എക്സാമ്പിളായിട്ട് ഷോർട്സ് ഒക്കെ കാണുന്ന ആളുകളാണെങ്കിൽ ഷോർട്സ് എടുക്കുകയാണ്. ഷോർട്സ് എടുത്തപ്പോൾ ഷോർട്സ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഒരു വോയിസ് സെർച്ച് എടുക്കാം. വോയിസ് സെർച്ച് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ വോയിസ് സെർച്ചിലേക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഇത് യൂട്യൂബിൻ്റെ വിഡ്ജറ്റ്സിലുള്ള ഷോർട്ട് കട്ടാണ്. ഇനി നിങ്ങൾക്കിത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സൈസ് കൂട്ടേണ്ട ഓപ്ഷൻ വീണ്ടും വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. വേണമെങ്കിൽ നിങ്ങൾക്ക് സൈസ് കൂട്ടാം, അല്ലെങ്കിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം റിമൂവ് കൊടുത്താൽ നേരങ്ങൾക്കകം അത് അവിടെ നിന്ന് പോകുന്നതാണ്. ഇനി ഞാൻ മറ്റൊരു ആപ്ലിക്കേഷൻ വിഡ്ജറ്റ്സ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചില ഫോണിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തിട്ട് വീണ്ടും വിഡ്ജറ്റ്സ് എടുക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഇങ്ങനെ വിഡ്ജറ്റ്സ് എനിക്കെടുക്കാം. വിവോ ഫോണിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ അടുത്തൊരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. നമുക്ക് ഗൂഗിൾ ക്രോം
ഗൂഗിൾ ക്രോമിൽ നമുക്ക് ഇങ്ങനെ നെറ്റില്ലാതെ കളിക്കുന്ന ഗെയിമുകളില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എല്ലാത്തിൻ്റെയും വലിപ്പം നിങ്ങൾക്ക് കൂട്ടാം. ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതുപോലെ അടുത്തൊരു ആപ്ലിക്കേഷൻ എടുക്കുകയാണ്. നമ്മളെ ഓക്കെ, ഞാനിവിടെ വിജറ്റ്സിന് വാട്സാപ്പിൻ്റെ വിജറ്റ്സ് നോക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വാട്സപ്പ് വിജറ്റ്സിൽ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വാട്സപ്പിൻ്റെ വിജറ്റ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ശേഷം മെറ്റായി നമ്മളെ ഗൂഗിൾ ജെമിനിയെ പോലെ തന്നെ മെറ്റായി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗൂഗിൾ ജെമിനി യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ ഞാൻ ഗൂഗിൾ ജെമിനി എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അസിസ്റ്റൻ്റായിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് വാട്സപ്പ് ഒന്ന് എടുക്കുകയാണ്. വാട്സപ്പ് എടുത്തതിന് ശേഷം മെറ്റായുടെ ഇതുപോലെ യൂട്യൂബിൽ കണ്ടതുപോലെ തന്നെ ഒരു വലിയൊരു ഐക്കൺ വന്നതായിട്ട് കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഐക്കൺ ഒക്കെ വലുതാക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം വലുതാക്കാൻ പറ്റും. അങ്ങനെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മെറ്റയെടുത്ത് പോകാനും സാധിക്കും, നിങ്ങളുടെ ചാറ്റുകൾ കാണാനും സാധിക്കും. അപ്പോൾ ഈ ഓപ്ഷൻ അറിയാമെന്നുള്ളവർ ഒരുപാട് പേര് കാണുമായിരിക്കും. അപ്പോൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് വിജറ്റ്സിനെ കുറിച്ചാണ്. എന്തൊക്കെയായിരുന്നു വിജറ്റ്സ്? ചില ഫോണുകളിൽ ഇങ്ങനെ ക്ലോക്കുകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ നിങ്ങളെ കമ്പനി ഇതനുസരിച്ച് ഈ വിജറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ചെറിയ മാറ്റങ്ങൾ വരും. ഓക്കെ, അത്രേ നിങ്ങൾക്ക് ചെയ്യാറുള്ളൂ. ബാക്കിയെല്ലാം സെയിം പോലെയാണ്. ചില ഫോണുകളിൽ ഇങ്ങനെ വിജറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ആപ്പിൻ്റെയും ഷോർട്ട് കട്ടായിരിക്കും വരണത്. ഇതുപോലെ ആപ്ലിക്കേഷൻ വരത്തില്ല. അതായത് ആപ്പിൻ്റെ ഷോർട്ട് കട്ടായിരിക്കും വരണത്, ആപ്പ് കാണിക്കത്തില്ല. ഇപ്പോൾ വിവോ ഫോണിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് വിജറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനും. ഇതെന്തിനാണ് ഉപയോഗിക്കണതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകാത്തവർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ MK Joys എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൽ ബെല്ലൈക്കണോടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ വീഡിയോയിലെ വിജറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.